അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ ഉപനയന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കണ്ണൻ്റെ അച്ഛൻ വിനീത്, അമ്മ ശ്രീദേവി, ചേച്ചി അഞ്ജന. ഇത് കണ്ണൻ്റെ വലിയ മുത്തശ്ശി, അമ്മ. എത്രയും പേരാണ് ഇവർ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചിറ്റമ്മയുടെ മകളുടെ മകൻ്റെയാണ് ഉപനയനം, അതായത് കൊച്ചുമോളുടെ മോൻ്റെ. ഇത് പൂണൂല് ജപിക്കുന്നു. പൂണൂലിടാനായിട്ടുള്ള നെല്ലും അരി അതിൽ കയറി നിന്നാണ് പൂണൂലിടിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ചടങ്ങുകളും അന്നത്തെ ദിവസത്തെ എല്ലാ ചടങ്ങുകളും അന്നത്തെ കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണ്. 20-ാം തീയതിയായിരുന്നു ഉപനയനം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത് വീഡിയോ മുഴുവൻ എടുത്താൽ അത് പിന്നെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയാണല്ലോ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് കേട്ടോ 2 ദിവസം താമസിച്ചത് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ കാണുക. എല്ലാവർക്കും ഉപനയനത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മോനാണ്, അവൻ്റെ ഉപനയനമാണ്. അപ്പം അതിന് രാവിലെ എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി കാപ്പി കൂടി തുടങ്ങി. കാപ്പി കുടിക്കുകയാണ്. ഞാനിപ്പോൾ ഓരോരുത്തരെയായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ചിറ്റമ്മ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ വൈഫ്, ചിറ്റമ്മയുടെ കൊച്ചുമോടെ മോൻ അർജുനിവാ. ഇവൻ്റെയാണ് ഉപനയനം കേട്ടോ. അപ്പോൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചിറ്റമ്മ. ചിറ്റമ്മേ ഇങ്ങോട്ട് നോക്കിയേ. കണ്ട ചിറ്റമ്മയുടെ ആരുടെ ചിറ്റമ്മ ഇന്ന് ഉപനയനം? ചിറ്റമ്മയുടെ ആരുടെ ഉപനയനം എന്ന് പറഞ്ഞേ? എൻ്റെ കൊച്ചുമോളെ മോൻ്റെ. ഇത് പ്രശാന്ത്, നമ്മുടെ ഗോപികയുടെ പ്രശാന്ത്. അറിയാമല്ലോ, നമ്മൾ ഗുജറാത്ത് വ്ളോഗ്സിൽ മൊത്തം ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും എന്താ സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുവാണ്. ഏയ് പൊന്നു അഞ്ജനെ ഇങ്ങോട്ട് തിരിയാൻ. മിന്നുകുട്ടി, പൊന്നു, അഞ്ജന. ഇതാണ് അർജുൻ്റെ ചേച്ചി. അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഹരിക്കുട്ടൻ ഉണ്ടോ. ഇവിടെയാണ് നമ്മുടെ ചടങ്ങ് നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇന്നലെ രാത്രി വന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയതാണേ. ഇനി നമ്മുടെ പിള്ളേർ സെറ്റിനെ കാണിച്ചു തരാം. ഇന്നലെ ഇവിടെ കിടന്ന് ഓടി മറിഞ്ഞിട്ട് അത് പ്രശാന്തിൻ്റെ ചേച്ചിയുടെ മോൻ, ഇത് കണ്ണൻ്റെ അപ്പൻ്റെ മോന്, ഇത് നമ്മുടെ ഒരു ചേട്ടൻ്റെ മോൻ, നമ്മുടെ പ്രീതയുടെ മോൻ. കാണിച്ചു തരാം. പ്രീത ഇന്നലെ കണ്ടില്ലേ? ഇവരെല്ലാവരും കൂടെ കിടന്നോടുന്നത്. ഇത് പിന്നെ ആരാണെന്ന് പറയണ്ടല്ലോ. വീഡിയോ കണ്ണൻ അവിടെ ഇരി. കണ്ട എല്ലാവരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതാണ് പ്രശാന്തിൻ്റെ അമ്മ കേട്ടോ. പ്രശാന്തിൻ്റെ അമ്മ ചേച്ചിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ഗുജറാത്ത് വ്ളോഗ്സിലുണ്ട്. ഗുജറാത്തിൽ പോയപ്പോൾ നമുക്കെല്ലാം സഹായം ചെയ്തു തന്നു. ഭാഷയ്ക്കൊക്കെ നമ്മളെ സഹായിച്ചത് ചേച്ചിയായിരുന്നു. ചേച്ചി ഉള്ളതുകൊണ്ട് വെള്ളം കുടിച്ച് കിടന്നു. വെറുതെ ആ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ അവരിവിടെ വന്നു. നിങ്ങൾ അവിടെ ഇരുന്നല്ലേടാ? ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ അവരിവിടെ വന്നു. അവനവൻ്റെ പണി തുടങ്ങി. ഇന്നലെ വന്നെല്ലാം സെറ്റാക്കിയായിരുന്നു. ഇന്ന് വന്ന് ബാക്കി പരിപാടി റെഡിയാക്കുക. അതാണ് കണ്ണൻ്റെ അമ്മ. ആ കുട്ടേട്ടൻ തിരക്കിലാണ്. ചിറ്റമ്മയുടെ ഇളയ മോള്, ഇത് മൂത്ത മരുമോള്, ഇത് 2ാമത്തെ മരുമോള്. ഇതാണ് കണ്ണൻ്റെ മുത്തശ്ശി, ചിറ്റമ്മയുടെ ചിറ്റമ്മയുടെ മോള്. ചിറ്റമ്മയുടെ മോളാണ് ശ്രീദേവി. ഇങ്ങോട്ട് ഇരിഞ്ഞ ശ്രീദേവി. ഇവിടെ ശ്രീഹരി നന്ദൂസും കൂടെ ഉള്ള വാൾപ്പയറ്റ് അടിച്ചേ.
പതുക്കെ പതുക്കെ മുഖത്തൊന്നും കൊള്ളാതെ. ആ ആ മതി മതി, വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാനാണ് പറഞ്ഞത്. ആകട്ടെ, മുണ്ടൊക്കെ ഉടുപ്പിച്ച് നല്ല അടിപൊളിയായിട്ട്. ഫാമിലി സെഷൻ ഫോട്ടോഷൂട്ട്. നമ്മുടെ പൊന്നും മിന്നും അമ്മയും അച്ഛനും പെട്ടില്ലല്ലോ. നമ്മുടെ കണ്ണൻകുട്ടൻ്റെ പറഞ്ഞോ, എന്ത് ദിവസം പറയും? കണ്ണൻകുട്ടൻ്റെ ഉപനയനമാണ്. കണ്ണൻ അർജുൻ അല്ലു അർജുനല്ല, സാധാരണ അല്ലേ? എന്തുവാടാ അവിടെ നടക്കുന്നത്? ആരുടെ? നീ എത്രല്ല പഠിക്കുന്നത്? ഏത് സ്കൂളിൽ? GLPS പുതുമംഗലം, കിളിമാനൂർ അല്ലേ? അവനാകെ പേടിച്ചു പോയി കേട്ടോ. ഇപ്പം വേണ്ട ഒരുക്കങ്ങളെല്ലാം റെഡിയായി. ഇത്ര എടുക്കുമ്പോൾ പിന്നെ ഞാനും മരിക്കത്തിനുള്ള സെറ്റ് അല്ലേ? എല്ലാം ഒരുക്കി കഴിഞ്ഞു. പക്ഷെ അവന് നേരം പാതിരുന്നപ്പോൾ അവന് നല്ല ഒരു മണി എല്ലാം ഒരുക്കി സെറ്റാക്കി. 11 മണിക്കാണ് മുഹൂർത്തം. 9 മണിയായതേ ഉള്ളൂ. 10:30 തുടങ്ങും. ഇനി മറ്റേ രാമചേട്ടൻ വന്നാൽ അവരുടെ ലൈഫ് വെച്ചാലേ ശരിയാവും. താങ്ക് യു. അത് ബാക്കിൽ വെളിച്ചം കൂടുതലുണ്ട്. അവർ വരും. അല്ല, രാമചേട്ടൻ വന്നിട്ടേ നമ്മുടെ നന്ദൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കണ്ണൻ. ഗോപിക ഇങ്ങോട്ടോ. അത് കണ്ണൻ്റെ അമ്മയുടെ അമ്മാവനും മോളും. അമ്മയുടെ അമ്മാവനാണെങ്കിലും അവനും അമ്മാവനും തന്നെ വിളിക്കുന്നത്. ഇവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ആ ആ കണ്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന കൊടും ചൂടെല്ലാം പോയി. ഇപ്പം എൻ്റെ പുറത്ത് നല്ല മഴ കണ്ടോ. ഇങ്ങനെയാണ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വെട്ടമില്ല. പോലെ ഇനിയുണ്ടോ? കുഞ്ഞുങ്ങളുണ്ടോ അവിടെ? മറ്റേ മോനെന്തേ? അവരെയും കൂടെ വിളി. ഇല്ലയോ? ആ കണ്ണനോട് ഇങ്ങോട്ട് തലയിടാൻ പറയും, ഫോട്ടോ എടുക്കട്ടെ. എൻ്റെ മുകളിലത്തെ നിലയിൽ പോയി. കണ്ണനെന്തേ? അടിപൊളി കണ്ട, അതിൻ്റെ ഹോളിൽ കൂടെ നോക്കുന്നത്. വെട്ടം കുറവാണ്, എന്നാലും കൊള്ളാം. അത് കളിക്കും. വെട്ടമില്ലടാ, പക്ഷേ വെട്ടം. ആ ഇപ്പൊ കൊള്ളാം, ഇപ്പൊ വെട്ടമുണ്ട്. പോയോ നന്ദൂസേ? ഏതിലേ കൂടെ ഒക്കെ വഴി കണ്ടുപിടിക്കുന്ന കുട്ടിയിട്ടാലേ. ആ ഇപ്പൊ കൊള്ളാം അല്ലേ? കൊള്ളാം, സുന്ദരിമണികളായിട്ട് നിൽക്കുകയാണ്. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവല്ലേ? അല്ല, പ്രൊമോഷൻ ഇല്ലാതെ തന്നെ രാമചേട്ടൻ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതെ അതെ,
ഞാൻ ക്യാമറ അല്ല മൈക്ക് കൈമാറുന്ന പോലെ ഞാൻ ക്യാമറയും ഫോട്ടോ എടുപ്പും കൈമാറി ഗായത്രി സ്റ്റുഡിയോയ്ക്ക് വേണ്ടി. പിന്നെ അവനറിയല്ലോ ദാമൂപ്പനെ ഉള്ള ആ എൻ്റെ വേറെപ്പൻ്റെ അനിയനല്ലേ. രണ്ട് ധ്രുവങ്ങളിലുള്ള കണ്ണൻ്റെ മുത്തശ്ശനും മുത്തശ്ശി അവരൊന്നിച്ച് നിന്ന് ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു രണ്ടിടത്തായി കേട്ടോ. കണ്ട ഒരാൾ പടിഞ്ഞാട്ട് വന്നടാ, നിൻ്റെ അമ്മ വന്നടാ, മുത്തശ്ശി വന്നടാ. അമ്മേ ഇങ്ങോട്ടൊന്നും ആരും നോക്കുന്നില്ല, അവരോട് ഒരുങ്ങുന്നേ ഉള്ളൂ. ഈ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചടങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ പുണ്യാഹം തുടങ്ങാൻ പോവാം.
ജപം ഉണ്ട്, പിരിച്ച പൂണൂല്. ഇനിയുണ്ട്. ഉപനയനത്തിൻ്റെ ചടങ്ങിൻ്റെ പ്രധാന ചടങ്ങായിട്ടുള്ള പൂണൂലിടൽ കർമ്മം നടക്കാൻ പോവാണ്. അപ്പോൾ അത് വെളിയിലാണ്, സൂര്യനെ നോക്കിക്കൊണ്ടാണ് പൂണൂലിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിയിലോട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് ഇപ്പോൾ കണ്ണനും ഇങ്ങോട്ട് വരും. അങ്ങനെ ഇവിടെ നിന്ന് മാറ്റാൻ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ കഴിയണം. ഊണിലിടാൻ പോകും.
പൂണൂരിടുന്ന ചടങ്ങ് കഴിഞ്ഞ് ഇനിയും പിന്നെ ഹോമങ്ങളൊക്കെ തുടങ്ങും. കണ്ടോ?
കഴിഞ്ഞു. അങ്ങനെ ഉപനയനവും ഭിക്ഷയിടിയിലും സദ്യയും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അതിൻ്റെ കുറേ നല്ല ക്ലാരിറ്റിയുള്ള കുറേ ഫോട്ടോകൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം തന്നെ. സ്റ്റേജിൽ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെയാണ് ഒരുപാട് പിന്നെ ലൈറ്റൊക്കെ ഉള്ള ക്യാമറയും വീഡിയോയും ഒക്കെ കാണും. അപ്പം അവരുടെ ആ ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് എൻ്റെ വീഡിയോയ്ക്കും നല്ല ക്ലാരിറ്റി കിട്ടാറുണ്ട് കേട്ടോ, നല്ല പ്രകാശം കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പം ഉപനയനം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ആഡംബരമായിട്ടുള്ള വീഡിയോ എടുപ്പും ഫോട്ടോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ മൊബൈലിലെടുക്കുമ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റി കുറവും കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തൽക്കാലം ക്ഷമിക്കുക. എന്നാലും ഒരുവിധം ക്ലാരിറ്റിയോടെ കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്തപ്പോഴും എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പം ഇനിയുള്ള വീഡിയോകളൊക്കെ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിന് വേണമെന്ന എന്താണെന്നൊക്കെ ഞാൻ തിരക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ശരിയാക്കി തരാം. അപ്പോൾ ഇനി നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ഫാമിലി ആണ് ഇതെന്ന് പറയുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആൾക്കാരെയൊക്കെ കൊള്ളിക്കുന്ന വീഡിയോയും ഞാൻ എടുത്തിരുന്നത് നിങ്ങളിടയ്ക്ക് കണ്ടു കാണുമല്ലോ. ഇത്രയും പേരെ അറേഞ്ച് ചെയ്തിരുത്താൻ താമച്ചേട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഉപനയനമായിരുന്നു. അപ്പോൾ കണ്ണൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരു തികഞ്ഞ ബ്രാഹ്മണനായിട്ട് അതിൻ്റെ ചടങ്ങുകൾ ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഉപനയനം കഴിഞ്ഞതോടുകൂടി തീരുന്നില്ല, ഇനിയാണ് ജോലികൾ. രാവിലെയും വൈകിട്ടും സന്ധ്യാവന്ദനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ നന്ദൂസും ഹരിക്കുട്ടനും ഒക്കെ ഇതിൻ്റെയൊക്കെ ആൾക്കാർ. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ആ വലിയ ഫാമിലിയുടെ ഫോട്ടോ കണ്ടോ. ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. ഇത് ഞാൻ നമ്മുടെ ഗായത്രി സ്റ്റുഡിയോയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറേ ഫോട്ടോകളാണ് കേട്ടോ. അതാ ഇത്രയും ക്ലാരിറ്റി, നമ്മുടെ ഫോണിലെടുത്താൽ ഇത്രയും ക്ലാരിറ്റി എന്തായാലും കിട്ടത്തില്ലല്ലോ. അങ്ങനെ കണ്ണൻ്റെ ഉപനയനം കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു 20/5/2024 തിങ്കളാഴ്ചയാണ് ഉപനയനം കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇന്നാണ് കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ തലേദിവസത്തെ വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ ഇത് ഉപനയനത്തിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് എല്ലാവരും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.